പിതൃപരമ്പരയുടെ മോക്ഷപ്രാപ്തിക്കായി വർഷത്തിലൊരിക്കൽ ശ്രാദ്ധമൂട്ടുന്ന കർക്കടക വാവ് ഇന്ന്. സംസ്ഥാനത്തെ പ്രമുഖ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വാവുബലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലം, ശംഖുമുഖം, വർക്കല, അരുവിക്കര, വെള്ളായണി, അരുവിപ്പുറം, നെയ്യാറ്റിൻകര, കഠിനംകുളം തുടങ്ങി 8 ഇടങ്ങളിലായാണ് ജില്ലയിലെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ വെളുപ്പിന് 2 മണിക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. ഒരേ സമയം 3500 പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. പുരോഹിതൻ പ്രവീൺ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 25 പുരോഹിതരാണ് ക്ഷേത്രത്തിനകത്തുള്ള 2 സ്ഥിരം ബലിമണ്ഡപത്തിലും പുറത്തു സജ്ജീകരിച്ച 7 മണ്ഡപത്തിലും കർമ്മങ്ങൾ നടത്തുന്നത്. വർക്കല പാപനാശത്ത് കർക്കടക വാവിനോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. വാവിനോടനുബന്ധിച്ച് ജനാർദ്ദനസ്വാമി ക്ഷേത്രം പുലർച്ചെ 3-ന് തുറന്നു. തുടർന്ന് പിതൃമോക്ഷക്രിയയായ തിലഹോമം ആരംഭിച്ചു. തീരത്ത് 1000-ഓളം പേർക്ക് ഒരേ സമയം ബലിയിടാൻ സൌകര്യമുണ്ട്. പാപനാശം ബലിമണ്ഡപത്തിലും സമീപത്തെ പന്തലിലുമായി ഒരേ സമയം 300 പേർക്ക് ബലിയിടാനാകും. പിതൃതീർത്ഥം കൽപ്പയാമി. കൈയെടുത്തോളൂ. കിണ്ടിയിൽ നിന്നും കൈയെടുത്ത് വലത് കൈയിൽ തീർത്തുവെടുക്കുക, വലത് കൈയിൽ തീർത്തുവെടുക്കുക. സ്വന്തം ദേഹത്ത് തളിക്കുക. ദേഹശുദ്ധി സമർപ്പയാമി. കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശം, അഷ്ടമുടി ത്രിവേണി സംഗമം എന്നീ സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിന് തിരക്കേറി. ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതയുള്ളതിനാൽ കടലിൽ ബലിതർപ്പണം നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കണം. സുഗമമായി ബലിതർപ്പണം നടത്തുന്നതിനും സുരക്ഷയ്ക്കും അധികൃതർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് കർക്കടക വാവുബലിക്ക് പുലർച്ചെ 3:30-ന് തുടക്കമായി. നാളെ പുലർച്ചെ 4:20 വരെ ബലിതർപ്പണമുണ്ടാകും. ദേവസ്വം ബോർഡ് വാഹന പാർക്കിംഗ് ഗ്രൌണ്ടിൽ ഹാങ്ങർ പന്തൽ കെട്ടി സജ്ജീകരിച്ച 45 ബലിത്തറകളിൽ ഒരേ സമയം 500 പേർക്ക് ബലിയിടാനാകും. പിതൃസ്മരണയിൽ കർക്കടക വാവുബലി സമർപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ തുടക്കമായി. തളാപ്പ് സുന്ദര ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, പയ്യാമ്പലം കടപ്പുറം, തലായി കടപ്പുറം, മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് എന്നിവിടങ്ങളിൽ പിതൃതർപ്പണത്തിനായി ഒട്ടേറെ പേർ എത്തുന്നുണ്ട്. ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കടപ്പുറങ്ങളിലും നദീതീരങ്ങളിലും കർമ്മങ്ങൾ നടത്താനെത്തുന്നവർ ശ്രദ്ധ പുലർത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. പിതൃതർപ്പണത്തിനായി വിശ്വാസികൾ നാക്കിലയിൽ ബലിച്ചോറ് വിളമ്പി തർപ്പണം നടത്തുന്ന കർക്കടക വാവുബലി ചടങ്ങുകൾ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും രാവിലെ 3 മുതൽ ആരംഭിച്ചു. നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. തൃപ്പാറ മഹാദേവ ക്ഷേത്രം, വലഞ്ചുഴി ദേവി ക്ഷേത്രം, ആറന്മുള ക്ഷേത്രക്കടവ്, വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം, വാഴമുട്ടം മഹാവിഷ്ണു ക്ഷേത്രം, കല്ലേലി അപ്പൂപ്പൻകാവ് തുടങ്ങി വലുതും ചെറുതുമായ ജില്ലയിലെ ധാരാളം ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്താൻ ധാരാളം പേരാണ് പുലർച്ചെ മുതൽ എത്തുന്നത്.